ഹലോ ഗൈസ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ നമ്മൾ ഇന്ന് ഇവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ചിക്കൻ റോസ്റ്റ് ആണ് കേട്ടോ. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ 250 ഗ്രാം ചിക്കനാണ് എടുത്തേക്കണത്. അതിലേക്ക് നമ്മൾ ആദ്യം ചിക്കൻ ആദ്യം പൊരിക്കാനായിട്ട് വെക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ മുളക് പൊടിയും കുറച്ച് ഉപ്പും കൂടിയിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് നമ്മൾ ഫ്രിഡ്ജിൽ കുറച്ചൊരു അരമണിക്കൂറെങ്കിലും നേരം വെക്കണം കേട്ടോ. അരമണിക്കൂർ റെസ്റ്റ് ചെയ്തതിന് ശേഷം നമ്മളൊരു പാന് അടുപ്പത്ത് വെച്ചിട്ട് അതിലേക്ക് നമ്മൾ വെളിച്ചെണ്ണ തന്നെ ഒഴിച്ച് കൊടുക്കണം കേട്ടോ. വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് നമ്മൾ ചിക്കൻ പൊരിക്കാനായിട്ട് വെക്കണം. നല്ല ഡീപ്പ് ഫ്രൈ ആക്കേണ്ട ആവശ്യമൊന്നുമില്ല, ചെറുതായിട്ടൊന്ന് മൊരിച്ചെടുത്താൽ മതി കേട്ടോ. ചിക്കൻ മൊരിഞ്ഞതിന് ശേഷം നമ്മളതൊരു വേറൊരു പാനിലേക്ക് മാറ്റുന്നുണ്ട് കേട്ടോ. എന്നിട്ട് ആ ചിക്കൻ വറുത്ത എണ്ണയിൽ തന്നെയാണ് നമ്മൾ പെരുംജീരകവും ഗ്രാമ്പു പട്ട പിന്നെ ബിരിയാണി ഇല എന്നൊക്കെ പറയും, അതും കൂടിയിട്ട് നന്നായിട്ട് തന്നെ മൂപ്പിക്കണം. നമ്മുടെ ആ എണ്ണയിൽ ഒഴിച്ചിട്ട് തന്നെ കുറച്ച് എണ്ണ കുറവുണ്ടെങ്കിൽ കുറച്ചും കൂടിയും എണ്ണ ഒഴിച്ചു കൊടുക്കാവുന്നതാണ് കേട്ടോ. അതിനുശേഷം അത് നന്നായിട്ട് തന്നെ നമ്മുടെ പെരുംജീരകവും ഇതൊക്കെ മൂത്ത് വരുമ്പോൾ നമ്മൾ അതിലേക്ക് കുറച്ച് ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടി ചതച്ചത് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നീട് അതിൻ്റെ പച്ചമണം മാറുന്ന വരെ നന്നായിട്ട് തന്നെ അത് മിക്സ് ചെയ്തുകൊണ്ടിരിക്കുക കേട്ടോ. അപ്പോൾ ഇഞ്ചിയും വെളുത്തുള്ളിയുടെയും പച്ചമണമൊക്കെ മാറി അതൊന്ന് സെറ്റായി വരുമ്പോൾ നമ്മൾ അതിലേക്ക് സവോള ഇട്ട് കൊടുക്കണം കേട്ടോ. സവോളയും പച്ചമുളകും കൂടിയിട്ടാണ് ഞാൻ ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ അത് ഇട്ടിട്ട് സവോള നന്നായിട്ട് പകുതിയാവുന്ന, അതായത് നന്നായിട്ട് വാടി പകുതിയാവുന്ന സമയത്താണ് നമ്മൾ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുക. പിന്നെ ഈ ഉള്ളി വാട്ടുന്ന സമയത്ത് തന്നെ ഞാൻ കറിവേപ്പിൻ്റെ ഇല ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഉള്ളിയും ഇതെല്ലാം കൂടിയിട്ട് നന്നായിട്ട് വാടി പകുതിയാവുമ്പോൾ നമ്മൾ മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ചിക്കൻ മസാല പിന്നെ നമ്മുടെ മല്ലിപ്പൊടിയും കൂടിയിട്ട് നന്നായിട്ട് അതിന് പച്ചമണം മാറുന്ന വരെ നന്നായിട്ട് തന്നെ ഇളക്കിക്കൊണ്ടിരിക്കണം കേട്ടോ. ആ സമയത്ത് തന്നെ നമ്മൾ തീ ഒന്ന് കുറച്ച് വെക്കണേ. പിന്നെ നമ്മളിതിലേക്ക് തക്കാളി ഒന്ന് ക്രഷ് ചെയ്തെടുത്തതാണ്, നന്നായിട്ട് അരച്ചിട്ടുമില്ല, എന്നാൽ ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുത്തത് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇത് നന്നായിട്ട് ഇതിൽ കിടന്നിട്ടൊന്ന് തക്കാളി ഈ മസാലയിലേക്കൊന്ന് സെറ്റായി വരുന്ന വരെ നമ്മൾ നന്നായിട്ടൊന്ന് ഇളക്കിക്കൊണ്ടിരിക്കണം കേട്ടോ. പിന്നെ ഞാനിതിൽ ടൊമാറ്റോ സോസ് ഒഴിക്കുന്നുണ്ട്. നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ മാത്രം ഇത് ഒഴിച്ചു കൊടുത്താൽ മതി, അല്ലെങ്കിൽ ഇത് സ്കിപ്പ് ചെയ്ത് കളഞ്ഞോളൂ കേട്ടോ. ഞാനൊരു ഫ്ലേവറിന് വേണ്ടിയിട്ടും ഇതിനൊരു ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇത് ഉപയോഗിക്കുന്നത്. പിന്നെ ഈ കറി നമുക്ക് ചോറിൻ്റെ കൂടെ, നൂൽപുട്ടിൻ്റെ കൂടെ മാത്രമല്ല നമ്മുടെ നെയ്ച്ചോറുണ്ടെങ്കിൽ അതിൻ്റെ കൂടെ ഒക്കെ കൂട്ടാൻ നല്ല അടിപൊളിയാണ് കേട്ടോ. പിന്നെ ഇതിൽ തേങ്ങാക്കൊത്ത് ഇട്ട് കഴിഞ്ഞാൽ ഒരു നാടൻ പോലെ ആവും. ഈ ടൊമാറ്റോ സോസൊക്കെ സ്കിപ്പ് ചെയ്തിട്ട് നമ്മൾ തേങ്ങാക്കൊത്തൊക്കെ കഴിഞ്ഞിട്ട് കഴിഞ്ഞാൽ അടിപൊളിയാണ് കേട്ടോ. അപ്പോൾ തേങ്ങാക്കൊത്തൊന്നും ഞാൻ ഇപ്പോൾ ഇടണില്ല. പിന്നെ ഇതിലേക്ക് ചിക്കൻ നമ്മൾ വറുത്തത് നമ്മൾ ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് തന്നെ മിക്സ് ചെയ്തിടണം. എന്നിട്ട് ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കേണ്ടതാണ്. എന്നിട്ട് വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് തന്നെ അതൊന്ന് അടച്ച് വെച്ചിട്ട് വേവിക്കണം കേട്ടോ നമുക്ക്. പിന്നെ ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുക്കണം. ഉപ്പ് ഇടുന്നതിൻ്റെ വീഡിയോ ഇതിൽ എടുത്തിട്ടില്ല. നിങ്ങൾ ആവശ്യാനുസരണം ഉപ്പ് ഇതിലിട്ട് കൊടുക്കണം കേട്ടോ. എന്നിട്ട് വേണം ഇതൊന്ന് അടച്ച് വെച്ച് വേവിക്കാനായിട്ട്. അടച്ച് വെച്ച് വേവിച്ചതിന് ശേഷം നമ്മുടെ ചിക്കൻ 5 മിനിറ്റെങ്കിലും വേവിക്കണം കേട്ടോ. അപ്പോൾ അതിന് ശേഷം നമ്മുടെ ചിക്കൻ റോസ്റ്റ് ഇവിടെ റെഡി ആയിരിക്കുകയാണ്. ഇതെല്ലാവരും തന്നെ വീട്ടിൽ ട്രൈ ചെയ്യണം കേട്ടോ. അപ്പോൾ ഞങ്ങളുടെ വീഡിയോ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ.